2013 നവംബർ 15 വിളക്കന്നൂർ ദിവ്യകാരുണ്യ അടയാളം വത്തിക്കാൻ 12 വർഷങ്ങൾക്ക് ശേഷം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2013 തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിരുന്ന ബഹുമാനപ്പെട്ട മാർ ജോർജ് വലിയമറ്റം പിതാവ് നമ്മോടൊപ്പമായിരിക്കുകയാണ്. പിതാവെ, ഷെകീന പ്രേക്ഷകരോട് അന്നത്തെ ആ ഒരു സംഭവത്തെക്കുറിച്ച് പിതാവിൻ്റെ ഓർമ്മയിലെ വിളക്കന്നൂരിലെ ആ ദിവ്യകാരുണ്യ അടയാളം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. 12 വർഷം മുമ്പ് വിളക്കന്നൂർ നടന്ന ദിവ്യകാരുണ്യ സംഭവം നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിളക്കന്നൂർ നടന്ന ദിവ്യകാരുണ്യ ആ സംഭവം ഇന്ന് സഭാതലത്തിൽ അംഗീകാരം കിട്ടി പരസ്യമായിട്ടുള്ള വണക്കത്തിന് പ്രതീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ദിവ്യകാരുണ്യ വഴിയായിട്ട് ഈശോ കാണിച്ച വലിയ സ്നേഹത്തെ പ്രതി നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ദൈവം നമ്മുടെ സ്നേഹപിതാവാണ്. ആ സ്നേഹപിതാവ് അത് വലിയ സ്നേഹം പ്രകടിപ്പിച്ചതിൽ ഏറ്റവും പരിപൂർണമായ സ്നേഹം തൻ്റെ പുത്രനെ നമുക്ക് നൽകി എന്നുള്ളതാണ്. ആ പിതാവിൻ്റെ സ്നേഹം നമുക്ക് സംരഭ്യമാകുന്നതിനും ആ പിതാവിൻ്റെ പക്കലേക്ക് ആനയിക്കുന്നതിനുമായിട്ടാണ് പുത്രൻ അയക്കപ്പെട്ടത്. പുത്രൻ പിതാവിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. വിളക്കന്നൂരുടെ വകയിൽ പ്രിയപ്പെട്ട പതിക്കരസിനും കുർബാന അർപ്പിക്കുന്ന അവസരത്തിലാണ് ചർച്ചാവിഷയമായിട്ടുള്ള ആ വലിയ സംഭവം നടന്നത്. ആദ്യമായിട്ട് ഈ സംഭവം നടന്നു. വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ സംഭവം കാണുവാനായിട്ട് വിളക്കന്നൂർ ഓടിക്കൂടി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എങ്കിലും ആ സംഭവത്തിന് ആവശ്യമില്ലാത്ത വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, അക്കാര്യങ്ങളിൽ തന്നെ തെറ്റായ ധാരണ പുലർത്തിക്കൊണ്ട് പലരും വഞ്ചിക്കപ്പെട്ടതായിട്ട് എനിക്കറിയാമായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ട പതിക്കരച്ചൻ്റെ ഈ സംഭവത്തിലുള്ള മനോഭാവം പ്രത്യേകമായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന് എനിക്ക് പ്രേരണ നൽകി. അതിനുവേണ്ടിയാണ് രൂപതാതലത്തിലും സിനഡ് തലത്തിലും അതിനെ തുടർന്ന് റോമയിലെ പരിശുദ്ധാവിൻ്റെ ആ തലത്തിലും ഈ ദിവ്യകാരുണ്യത്തെ പറ്റി പഠിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തത്. പതിക്കരച്ചൻ്റെ ഈ സംഭവത്തിലുള്ള മനോഭാവമാണ് ഇതിന് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം ഒരു വലിയ സംഭവം നടന്നുവെങ്കിൽ പോലും അതിന് വലിയ സംഭവമായിട്ടെല്ലാവരും അറിയണമെന്നോ അതിനെപ്പറ്റി എന്തെങ്കിലും അന്വേഷണം നടത്തുന്നതിൽ എന്തെങ്കിലും പ്രതിഷേധമോ പതിക്കരച്ചന് കാണിച്ചില്ല. അത് വലിയ നല്ല അടയാളമായിട്ട് ഞാൻ കണക്കാക്കി. ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രേരണ കൊണ്ടല്ല, ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല ഈ സംഭവം നടന്നത് എന്നെനിക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് രൂപതാതലത്തിലുള്ള ഇതിനെ അന്വേഷിക്കുവാനുള്ള അധികാരമുള്ള ഒരു സമിതിയെ നിയമിച്ചു. അവരുടെ പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലായി. അതിനെ തുടർന്നാണ് സന്തോഷ് മൗണ്ടിലുള്ള സിനഡ് തലത്തിലുള്ള ഇതിനെപ്പറ്റി പഠിക്കുന്നതിനുള്ള ഒരു സമിതിക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി അഭിമന്യ മേജർ ആർച്ച്ബിഷപ്പിനോട് ആവശ്യപ്പെടുകയും അവരെ പ്രത്യേകമായിട്ടുള്ള ആ സമിതിക്ക് രൂപം കൊടുക്കുകയും അവർ പ്രത്യേക പഠിച്ചതിന് ശേഷം അസാധാരണമായിട്ടുണ്ട് എന്ന് രൂപതാ സമിതി അഭിപ്രായപ്പെട്ട അഭിപ്രായം സ്ഥിരീകരിക്കുകയും പിന്നെ കൂടുതൽ പഠിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഉന്നത അധികാര ഉൾക്കൊള്ളുന്ന റോമിലെ ഡിക്കാസ്റ്ററിക്ക് ഈ കാര്യം റെഫർ ചെയ്യുകയും എൻഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ ദിവ്യകാരുണ്യ
സംഭവം ദൈവമായിട്ട് ഓസ്തി റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് ശേഷം ഇന്ന് ഈ ദിവ്യകാരുണ്യ സംഭവം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വണക്കത്തിന് യോഗ്യമായിട്ടുള്ള സംഭവമാണെന്ന് റോമ അംഗീകരിക്കുകയും ആ വിധത്തിൽ അംഗീകാരത്തിന് വേണ്ടിയും ഈ വിധത്തിലുള്ള വണക്കത്തിന് വേണ്ടിയിട്ട് വീണ്ടും വിളക്കന്നൂർ ഇടവിലേക്ക് ഈ ദിവ്യകാരുണ്യ ഓസ്തി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വിധത്തിലുള്ള അത്ഭുതങ്ങൾ ദിവ്യകാരുണ്യ ഭക്തിക്ക് അനിവാര്യമാണോ എന്നോ ആവശ്യമാണോ എന്ന് ഞാൻ കരുതുന്നില്ല. ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നതും വണങ്ങുന്നതും ആരാധിക്കുന്നതുമൊക്കെ എന്തെങ്കിലും സംഭവത്തിൻ്റെ പേരിലല്ല, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ആ വിശ്വാസം മറ്റുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാകരുത് എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ടുള്ള പഠനത്തിന് ഈ സംഭവം വിധേയമാക്കിയത്. ഇപ്പോൾ തീർച്ചയായിട്ടും സഭയുടെ അധികാരം പ്രായോഗികമാക്കിക്കൊണ്ട് വണക്കയോഗ്യമാണ് എന്ന് ഈ സംഭവം പ്രത്യേകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ നുൻഷ്യോ ഇവിടെ വരികയും ഈ ദിവ്യകാരുണ്യം പരസ്യമായിട്ട് വണക്കത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. പ്രകാരം അത്ഭുതങ്ങൾ, പ്രകടനങ്ങളോ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ഭക്തിക്കും ആവശ്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും ബലഹീനരായ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന്, ബലപ്പെടുത്തുന്നതിന് ഇപ്രകാരമുള്ള അടയാളങ്ങൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ലോകത്തിലെ പല ഭാഗത്തും ഇപ്രകാരമുള്ള അടയാളങ്ങൾ വഴിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നല്ലവനാദ്യവും അവസരമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യ സംഭവം, ഈ വെളിപ്പെടുത്തൽ നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ അപാരമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായിട്ടുള്ള ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ മറികടക്കുന്നതിനും ഈ മഹാസംഭവം, ഈ അടയാളം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രകാരം ദൈവാനുഗ്രഹം തന്ന നല്ലൊരു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധിക്കുന്നതിനും ദിവ്യകാരുണ്യ ഈശോയെ വെളിപ്പെടുത്തുന്നതിനും സ്നേഹപ്പെടിക്കുന്നതിനും അവിടുത്തെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് ആ വലിയ കൊടുക്കുന്ന സ്നേഹം മറ്റുള്ളവർക്കുമായി പങ്കുവെക്കുന്നതിനും ഈ ദിവ്യകാരുണ്യ സംഭവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.